10 വർഷത്തോളം നിത്യമായി ഓരോ യാത്രയുടെ തുടക്കത്തിലും ചെല്ലുന്ന ആള്, അതുപോലെ വർഷങ്ങളായിട്ട് ഇത് കൊണ്ടു നടക്കുന്ന ആള്. ഞാൻ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, മുന്നത്തെ വീഡിയോയിൽ ഇപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യാത്രയുടെ തുടക്കത്തിൽ നമ്മൾ സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന ദിക്ർ ചെല്ലുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ വീഡിയോസ് ഏകദേശം 1 മില്യൺ അടിക്കാൻ പോയി. അൽഹംദുലില്ലാ 1 മില്യൺ ഒന്നല്ല, കാരണം പറയുന്ന കാര്യങ്ങൾ ഇത്രത്തോളം ആൾക്കാരിലേക്ക് അത് ഷെയർ ചെയ്യും. 69,000-ഓളം ആൾക്കാരിലേക്ക് അത് ഷെയർ ചെയ്യപ്പെടുകയും പല ആൾക്കാരും സത്യസന്ധമായിട്ടുള്ള അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ ഷെയർ ചെയ്ത കമൻറ്റ് സെക്ഷനാണ്. അൽഹംദുലില്ലാ പല ആൾക്കാരും ഇത് ചെല്ലിയത് കൊണ്ട് അപകടങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നതും അത് ചെല്ലിയത് കൊണ്ട് മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല ആൾക്കാരും പല മെസ്സേജുകൾ നിങ്ങൾ ജസ്റ്റ് വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. അൽഹംദുലില്ലാ, കാരണം ഇതൊക്കെ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന എത്രയോ ആയിരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അൽഹംദുലില്ലാ. മാത്രമല്ല ഏറ്റവും ഒരു ഭയങ്കര ഇമോഷണലി ഒരു വിഷമിപ്പിച്ച ഒരു മെസ്സേജ് ഉണ്ട്. ചെവി കേൾക്കാത്ത തൻ്റെ മകന് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്നുള്ളത് ചൊല്ലിക്കൊടുക്കുമായിരുന്നു യാത്രയുടെ തുടക്കത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വായിച്ചാലൊക്കെ കാണാൻ പറ്റും എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പം ക്ഷമിക്കേണ്ടത് പല ആൾക്കാർക്കും മെസ്സേജുകൾക്ക് റീപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇന്നലെ ഉപ്പാക്ക് ചെറുങ്ങനെ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉപ്പാൻ്റെ അസുഖം മാറാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്നും കൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. കാരണം നമ്മളെ മാതാപിതാക്കൾ അവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആയുരാരോഗ്യവും ആഫിയത്തും നൽകട്ടെ. മരണപ്പെട്ടു പോയവരുടെ കബറിടം സ്വർഗ്ഗ പൂങ്കാവനമാക്കി മാറ്റുമാറാകട്ടെ. ഓക്കെ ഗൈസ്, ഇൻഷാ അല്ലാഹ് നല്ല നല്ല ദീനുമായി ബന്ധപ്പെട്ട എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് ഇനിയും ഞാൻ വരും. റബ്ബ് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.